സോളാർ എന്ന വാക്കിന് കേരള രാഷ്ട്രീയത്തിൽ ഇന്നും എരിയുന്ന കനലിന്റെ ചൂടുണ്ട്. ആ കനലുകളിൽ ഊതിവീർപ്പിച്ച കള്ളങ്ങളുടെയും തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്ന ഗൂഢാലോചനകളുടെയും ഞെട്ടിക്കുന്ന അധ്യായങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഒരു കാലഘട്ടത്തെ ആകെ പിടിച്ചുലച്ച ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിനെ ക്രൂശിച്ച സോളാർ കേസിലെ കാണാപ്പുറങ്ങൾ വെളിപ്പെടുത്തി സരിതാ നായരുടെ മുൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ കുടുക്കാൻ നടന്നത് ആസൂത്രിതമായ നീക്കങ്ങളായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഫെനി ബാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഫെനി ബാലകൃഷ്ണൻ സോളാർ കേസിനെ കുറിച്ചുള്ള രഹസ്യങ്ങളും അണിയറ നീക്കങ്ങളും തുറന്നു പറഞ്ഞത്. സരിത എഴുതിയ കത്തിൽ പേജുകൾ കൂട്ടിച്ചേർത്തതും ഉമ്മൻചാണ്ടിക്കെതിരെ പീഡനാരോപണങ്ങൾ ഉന്നയിച്ചതും ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു എന്നാണ് ഫെനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ ചരട് വലിച്ചത് ആരെന്ന ചോദ്യത്തിന് KB ഗണേഷ് കുമാറിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഫെനിയുടെ വെളിപ്പെടുത്തൽ. സരിതയ്ക്ക് ഗണേഷ് കുമാറിനോട് അന്ന് വലിയ പ്രണയമായിരുന്നുവെന്നും വിവാഹം കഴിക്കാൻ പോലും അവർ ആഗ്രഹിച്ചിരുന്നുവെന്നും ഫെനി പറഞ്ഞു. ഗണേഷ് കുമാർ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് സരിതയെ പലർക്കെതിരെയും മൊഴി നൽകാൻ പ്രേരിപ്പിച്ചത്. ഉമ്മൻചാണ്ടി, PC വിഷ്ണുനാഥ്, ജോസ് കെ മാണി എന്നിവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമായിരുന്നുവെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. രാഷ്ട്രീയ ലാഭത്തിനായി സരിതയെ ഗണേഷ് കുമാർ കരുവാക്കുകയായിരുന്നുവെന്നും CPM ഭരണത്തിലേറാൻ പ്രധാന കാരണമായത് ഈ ഗൂഢാലോചനയാണെന്നും ഫെനി ആരോപിച്ചു. പിണറായി വിജയന് വിജയം സ്വർണ്ണത്താലത്തിൽ വെച്ച് നീട്ടിയത് ഗണേഷ് കുമാർ ആണെന്നാണ് ഫെനിയുടെ പക്ഷം. 10 വർഷം CPM കേരളം ഭരിക്കാൻ കാരണമായത് സോളാർ കേസ് ഉയർത്തിക്കൊണ്ടുവന്ന തന്റെ നീക്കങ്ങളാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. PC ജോർജിനെ കുറിച്ചും ഗൗരവകരമായ ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. സരിതയുടെ കയ്യിൽ ആരുടെയെങ്കിലും മസാല ക്ലിപ്പുകൾ ഉണ്ടോ എന്നറിയാൻ PC ജോർജ് തന്റെ വീട്ടിൽ വരെ വന്നിട്ടുണ്ടെന്ന് ഫെനി പറഞ്ഞു. ഇതിന് പകരമായി എന്ത് സഹായവും നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടിയോട് PC ജോർജിന് അന്നുണ്ടായിരുന്ന വൈരാഗ്യം എന്തിനായിരുന്നു എന്ന് ഇന്നും വ്യക്തമല്ല. ബിജു രാധാകൃഷ്ണനെ കുറിച്ചും സരിതയെക്കുറിച്ചും പുറത്തു വന്ന പല കഥകളും അടിസ്ഥാനരഹിതമായിരുന്നു. ഗണേഷ് കുമാറിനെ ഔദ്യോഗിക വസതിയിൽ വെച്ച് മർദ്ദിച്ചത് ബിജു രാധാകൃഷ്ണൻ അല്ലെന്നും മറ്റൊരു സ്ത്രീ വിഷയത്തിന്റെ പേരിൽ മറ്റൊരാളാണ് അത് ചെയ്തതെന്നും ഇതിന്റെ സത്യാവസ്ഥ ഗണേഷ് കുമാറിന് നന്നായി അറിയാമെന്നും ഫെനി വ്യക്തമാക്കി. സോളാർ കേസ് അന്വേഷിച്ച ശിവരാജൻ കമ്മീഷനെതിരെയും ഫെനി ബാലകൃഷ്ണൻ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കാൻ കമ്മീഷൻ ബോധപൂർവം ശ്രമിച്ചു. ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാമെന്ന സംശയമാണ് ഫെനി പ്രകടിപ്പിച്ചത്. കോയമ്പത്തൂരിലേക്ക് വിവാദമായ CD തേടി മാധ്യമങ്ങളും പോലീസും നടത്തിയ യാത്ര വെറും പ്രഹസനമായിരുന്നു. അങ്ങനെയൊരു CD നിലവിലില്ലായിരുന്നുവെന്നും ബിജു രാധാകൃഷ്ണൻ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നുവെന്നും ഫെനി വെളിപ്പെടുത്തി. പോലീസ് സംഘം CD തിരയുമ്പോൾ താൻ വീട്ടിലിരുന്ന് ചിരിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോളാർ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ട നിമിഷങ്ങൾ വൈകാരികമായിട്ടാണ് ഫെനി ഓർത്തെടുത്തത്. ഫെനിയോട് എനിക്ക് വിരോധമില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞതെന്ന് വികാരാധീനനായി ഫെനി ഓർമ്മ പങ്കുവച്ചു. തന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചത് ആരാണെന്ന് ഉമ്മൻചാണ്ടിക്ക് അന്ന് തന്നെ ഏകദേശം ബോധ്യമുണ്ടായിരുന്നു. CBI അന്വേഷണത്തിലും ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ സരിതയെ മുൻനിർത്തി ഗണേഷ് കുമാർ നടത്തിയ നീക്കങ്ങൾ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. സരിതയുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഗണേഷ് കുമാർ പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നുവെന്നും ഇതിനായി ഹണി ട്രാപ്പ് എന്ന തന്ത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നും ഫെനി ആരോപിച്ചു. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ വേട്ടയാടലുകളിൽ ഒന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. സത്യം തെളിയാൻ അദ്ദേഹത്തിന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നത് ജനാധിപത്യത്തിന് ഒരു കളങ്കമായി അവശേഷിക്കുന്നു. സോളാർ കേസിലെ 50% സത്യങ്ങൾ പോലും ഇനിയും പുറത്തു വരാനുണ്ടെന്നാണ് ഫെനി ബാലകൃഷ്ണൻ അടിവരയിട്ട് പറയുന്നത്. വമ്പൻ സ്രാവുകളും സിനിമാ താരങ്ങളും ഉൾപ്പെട്ട ഈ കെട്ടുപണഞ്ഞ കഥയിലെ ബാക്കി ഭാഗങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.